ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നാട്ടിൽ മഴയൊക്കെയാണ്. ഇവിടെ മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കുറവുണ്ട് കേട്ടോ ഇവിടുത്തെ മഴ. നാട്ടിൽ പക്ഷേ ഭയങ്കര മഴയൊക്കെയാണ് അല്ലേ? സാരമില്ല, എല്ലാവരും സൂക്ഷിച്ചും സേഫായിട്ടൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാണേ. കുറച്ച് ആൾക്കാർ ഉണ്ടേ, ഈ ഒരു ആഗ്രഹങ്ങളും നേടിയെടുക്കാൻ പറ്റാതെ കുറേ ആൾക്കാരുണ്ട്, കുറേ പെൺജന്മങ്ങളുണ്ട്. എനിക്കറിയാവുന്നത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണേ. ഒന്ന് നന്നായിട്ട് ഡ്രസ്സ് ഇട്ട് നടക്കാൻ ആഗ്രഹമുണ്ട്, അവർക്ക് പറ്റത്തില്ല. മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുകയാണ്. അയ്യോ അവരെന്ത് പറയും. ഒരു പെൺകുട്ടികൾക്ക് കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്താണേ, എല്ലായിടത്തും അങ്ങനെയില്ല, പക്ഷെ ചില ആ സ്ഥലങ്ങളിൽ ഒരു ജീൻസ് ഇട്ടിട്ട് കല്യാണം കഴിച്ചതാണ്, ജീൻസ് ഒന്നും ഇടാൻ പറ്റത്തില്ല അങ്ങനെ പറയുന്നത്. ലിപ്സ്റ്റിക് ഇടാനായിട്ട് പറ്റത്തില്ല, അയ്യോ നാട്ടുകാരും ബന്ധുക്കളും എന്ത് പറയും. അങ്ങനെ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, അവർക്കൊന്നും പറ്റത്തില്ല, നാട്ടുകാരെ പേടിച്ച്. അങ്ങനെ ഈ നാട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ പേടിച്ച് വീടിനകത്ത് തന്നെ കഴിയുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം കേട്ടോ. പക്ഷെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. കൂട്ടുകാരെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. അപ്പം കുറേയൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണം. കാരണം അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർ എന്ത് പറയുന്നു എന്ന് വിചാരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ് തകർന്നു പോകുന്നത്, നമ്മുടെ ജീവിതമാണ് നശിച്ചു പോകുന്നത്. കാരണം നമ്മളിപ്പോൾ മരിച്ചു പോകുന്നു, ഇന്ന് ഒന്നും നടക്കാതെ മരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ. കുറേയൊക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഭർത്താക്കന്മാരും മനസ്സിലാക്കണമെന്നേ അവരെക്കുറിച്ച്. കുറേയൊക്കെ അവർക്കും ആഗ്രഹങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം ഒന്നും സാധിക്കാതെ കുറേ ഇങ്ങനെ റൂമിനകത്ത് തന്നെ ഇരുന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കി ഇങ്ങനെ അടുക്കളപ്പണിയും ചെയ്ത് മക്കളെ നോക്കി ഇങ്ങനെ ബുദ്ധിമുട്ടി കഴിയുന്ന ഒത്തിരി പേരെ എനിക്കറിയാം കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ആഗ്രഹങ്ങളും ഇല്ല, അവരിങ്ങനെ ജീവിച്ചങ്ങ് പോയിട്ട് അവരുടെ ആഗ്രഹങ്ങളെല്ലാം അങ്ങ് നശിച്ചു പോയ പോലെയാണ്. ഒന്ന് പുറത്തു പോകാൻ അവർക്ക് ഇഷ്ടമില്ല, അവർക്ക് ഒന്നും നേരവും കിട്ടുന്നില്ല, ഒന്ന് ഒരുങ്ങി നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവരോട് പറയുന്നത്, നമ്മൾ കുറേയൊക്കെ നമ്മൾ എല്ലാവർക്കും വേണ്ടി ജീവിക്കണം, പക്ഷെ നമുക്ക് വേണ്ടിയും കുറേയൊക്കെ ജീവിക്കണമെന്നേ. എന്നാലേ നമ്മുടെ ജീവിതം പൂർണ്ണമാവുള്ളൂ. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. മനസ്സിലാക്കാത്ത ഭർത്താക്കന്മാരാണെങ്കിൽ അവരെ മനസ്സിലാക്കി കൊടുക്കണം, പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം. വഴക്ക് കൂടാതെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എനിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പുറത്ത് പോകുന്നു, നിങ്ങളെല്ലാവരും കൂട്ടി സംസാരിക്കുന്നു, കാണുന്നു, ഇടക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഞങ്ങൾക്കും ആഗ്രഹങ്ങളില്ലേന്ന് ചോദിക്കുക. പയ്യെ ആദ്യം ദേഷ്യപ്പെടും, രണ്ടാമത് ദേഷ്യപ്പെടും, മൂന്നാമത് കുറച്ച് അവർ ശ്രമിക്കും മനസ്സിലാക്കാനായിട്ട്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണ്ടേ. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കണമെന്നേ. കുറേയൊക്കെ അങ്ങ് പറഞ്ഞെടുക്കുമ്പോൾ എല്ലാം ശരിയാവും. ഓക്കെ, ബൈ. ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.